അടിമാലി സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ദുർഗന്ധം ഒഴിവാക്കുവാൻ നടപടി സ്വീകരിക്കുമെന്ന് അടിമാലി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ശുചിമുറികളുടെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള പ്ലാന്റിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 14 ലക്ഷം രൂപ നീക്കിവച്ചിട്ടുള്ളതായും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. വൈകാതെ ഇതുമായി ബന്ധപ്പെട്ട ജോലികൾ ആരംഭിക്കാനാകുമെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. ദിവസവും നിരവധി ആളുകൾ വന്നുപോകുന്ന ഇടമാണ് അടിമാലി സ്വകാര്യ ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡ് പരിസരത്തുയരുന്ന അസഹനീയമായ ദുർഗന്ധം ആക്ഷേപത്തിനും പരാതികൾക്കും ഇടവരുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ബസ് സ്റ്റാൻഡ് പരിസരത്തെ ദുർഗന്ധം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് അടിമാലി ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ശുചിമുറികളുടെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള പ്ലാന്റിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 14 ലക്ഷം രൂപ നീക്കിവച്ചിട്ടുള്ളതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. വൈകാതെ ഇതുമായി ബന്ധപ്പെട്ട ജോലികൾ ആരംഭിക്കാനാകുമെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. ദീർഘനാളത്തെ ഒരാവശ്യമാണ് ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിച്ചു വരുന്ന STPയിൽ നിന്നും സമീപ പ്രദേശങ്ങളിലേക്ക് ദുർഗന്ധം വമിക്കുന്നതായിട്ടുള്ള ഒരു പരാതി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ചെറിയ ഒരു മെയിൻ്റനൻസ് കൊണ്ട് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തത് കൊണ്ട് പഞ്ചായത്ത് 14 ലക്ഷം രൂപ ഈ ഒരു STP മെയിൻ്റനൻസിന് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനം ടെൻഡർ ചെയ്ത് കഴിഞ്ഞു. ഏജൻസി ഇവിടെ വന്ന് എഗ്രിമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ STP മെയിൻ്റനൻസിന്റെ പ്രവർത്തനവും നിർവഹിച്ച് അവിടെ നിന്നുള്ള ദുർഗന്ധം വമിക്കുന്ന ആ ഒരു അവസ്ഥ ഇല്ലാതാക്കുന്നതിനും കഴിയുന്നതാണ്. വേനൽക്കാലം ആരംഭിച്ചതോടെ ബസ് സ്റ്റാൻഡ് പരിസരത്തെ കൈത്തോടുകളും ഓടകളും അഴുക്ക് ചാലുകളായി മാറിയ സാഹചര്യമുണ്ട്. ഈ ഓടകളിൽ നിന്നും ചില സമയങ്ങളിൽ ഉയരുന്ന അസഹനീയമായ ദുർഗന്ധം ബസ് സ്റ്റാൻഡ് പരിസരത്തെ വ്യാപാരികൾക്കും സ്റ്റാൻഡിലെത്തുന്ന ആളുകൾക്കും പ്രയാസം സൃഷ്ടിക്കുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.